ലഹരി ഉപയോഗം സിനിമാ പ്രവർത്തകരുടെ ഇടയിലേക്കും കടന്നു കയറി എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഷൈൻ ടോം ചാക്കോയും മറ്റും ശ്രീനാഥ് ഭാസിയുടെയൊക്കെ കാര്യങ്ങൾ. അപ്പം അത് ഏകദേശം ഒരു ഒരു തരത്തിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും രണ്ട് സംവിധായകർ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലഹരി വേട്ടയുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ കേസുമായി നിൽക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ ഖാലിദാണ് പിടിയിലായതിൽ ഒരു സംവിധായകൻ. ആലപ്പുഴ ജിംഖാന ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സിനിമയാണ്. വലിയ നല്ലൊരു സിനിമ, തല്ലുമാലയെ പോലെ തന്നെ, അല്ലെങ്കിൽ അത്രയും കോളിളക്കം സൃഷ്ടിച്ച നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയേറെ നല്ലൊരു സിനിമ ചെയ്യാൻ നല്ല കഴിവുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നല്ല മൈൻഡുള്ള ഒരു സംവിധായകനെയാണ് ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേര് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസ ഇത്തരത്തിൽ മറ്റൊരു സംവിധായകനാണ്. തമാശ, ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തത് അഷ്റഫായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇത്തരത്തിൽ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ലഹരി വേട്ടകൾ എപ്പോഴും നടക്കുന്നത്. കാരണം നമുക്കറിയാം, സിനിമാ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കൊച്ചി ആസ്ഥാനമാക്കിയാണ് അവർ താവളം അടിക്കുന്നത്. അല്ലെങ്കിൽ സിനിമയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പറയുന്ന നടന്മാർ താമസിക്കുന്നതും ഒക്കെ നമ്മുടെ എറണാകുളം, കൊച്ചി ഏരിയകളിലാണ്, ഫ്ലാറ്റുകളിലാണ്. മാത്രമല്ല പല വൻ ഹോട്ടലുകൾ കൊച്ചിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വരാനും പോകാനും ഒക്കെ ഉള്ള ഒരു പോയിന്റ്, ഒരു കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു കേന്ദ്രീകരണ പോയിന്റ് തന്നെ കൊച്ചി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ ഈ നടന്മാരും സംവിധായകരും ഒക്കെ താമസിക്കാറുണ്ട്. ഏതായാലും നേരത്തെ ഷൈൻ ടോം ചാക്കോയെ ഇറങ്ങി ഓടി മറ്റൊരു ഹോട്ടലാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഓടിയതൊന്നുമില്ല, ഇവരെ പിടിച്ചിരിക്കുകയാണ്. ഹൈബ്രിഡ് ലഹരി വസ്തുക്കളൊക്കെ തന്നെയാണ് ഇവരുടെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംവിധായകർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയെ നിയന്ത്രിക്കുന്ന വ്യക്തികളാണ്. ഒരു സിനിമയുടെ ഹെഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ വ്യക്തിയുടെ കൈകളിലാണ് മറ്റുള്ളവരെല്ലാവരും. ടെക്നിക്കൽ ടീം ആണെങ്കിൽ, ഈ പറയുന്ന നടിമാരാണെങ്കിലും മറ്റുള്ള നടന്മാർ, സഹനടന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു സിനിമയിലെ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ നൽകേണ്ടുന്ന ഒരു പ്രധാന വ്യക്തി സംവിധായകൻ തന്നെയാണ്. സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ക്ലാസ്സിലെ ടീച്ചർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓരോ ചലച്ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സംവിധായകർ. അപ്പോൾ സംവിധായകൻ പറയുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടവും കൈകടത്തലുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ സംവിധായകർ ഇത്തരത്തിൽ അങ്ങോട്ട് തുടങ്ങിയാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു സിനിമാ സെറ്റിൽ മറ്റ് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയുവാനോ, ഈ ലഹരിയുമായിട്ട് നിന്ന് അബോധാവസ്ഥയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആരോടായിരിക്കും പറയേണ്ടതെന്ന് ഇല്ല, അവിടെ സുരക്ഷിതമല്ല. അപ്പോൾ സിനിമാ മേഖല മൊത്തത്തിൽ സുരക്ഷിതമല്ല എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടൽ മാത്രമാണ് ഈ 2 വ്യക്തികളെ പിടിച്ചിരിക്കുന്നത്. സംവിധായകർ എന്ന് പറഞ്ഞാൽ ഇവർ 2 യുവ സംവിധായകരാണ്. സിനിമയിലേക്ക് കാല് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. 2-3 സിനിമകളിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇപ്പം പൊതുവേ സിനിമാ സംവിധായകരായാലും നടന്മാരായാലും നടിമാരായാലും കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നവരൊക്കെ ചുരുക്കമാണ്. ഇപ്പം വന്നു പോയി നിൽക്കുകയാണ്. പക്ഷേ ഈ വരുന്നവരെല്ലാം നല്ല പ്രഗത്ഭരായ അല്ലെങ്കിൽ നല്ല കഴിവ് തെളിയിക്കുന്ന സംവിധായകരാണ്. പിന്നെ അവരുടെ കഴിവുകളൊക്കെ മുൻപോട്ട് വരുന്നില്ല. അവരെ മാറ്റി നിർത്തുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ചില സ്വഭാവങ്ങളോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളൊക്കെ ആയിരിക്കും ഇവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തോട്ട് വരാതെ അവരിൽ തന്നെ അടിച്ച് മാറുന്ന ഒരു സന്ദർഭമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് പറഞ്ഞാൽ ലഹരിയൊക്കെ മനുഷ്യനെ തന്നെ കൊല്ലുന്ന തരത്തിലാണ്. അപ്പോൾ ആ ലഹരിയുടെ ഉപയോഗം മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും മറ്റുള്ള കഴിവുകളൊക്കെ തന്നെ തളർത്തുന്ന തരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നവരുടെ നിലനിൽപ്പ് അധികം മുൻപോട്ട് പോകില്ല, അവർ പുറകിലോട്ട് തന്നെ പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ യുവ സംവിധായകരെയാണ് ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ആയാലും ശ്രീനാഥ് ഭാസിയുടെ ഒക്കെ കേസുകളും മറ്റുള്ള കാര്യങ്ങളും കോടതിയിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിനിമാ മേഖലയിലേക്കുള്ള ഒരു തിരനോട്ടം, അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിൽ ലഹരി മാഫിയകളെ അല്ലെങ്കിൽ ലഹരി സംഘങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നവരെ തേടിയുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ഇത് എത്രത്തോളം വിജയകരമായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം പല ഇടപെടലുകൾ ഇതിനിടയിൽ വരും. ഇപ്പോൾ ഇവരൊക്കെ പുതിയ സംവിധായകരാണ്. ഇപ്പോൾ ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും വലിയൊരു ഇടപെടലുകൾ വരത്തില്ല. പക്ഷെ വമ്പന്മാരുടെ ഇടയിലേക്ക് വരുമ്പോഴായിരിക്കും ഇനി വീണ്ടും രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്.
എന്ത് തന്നെയായാലും ഈ ഒരു ലഹരി വേട്ട തുടരുകയാണെങ്കിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അവരിലേക്ക് നീളുന്നില്ല, ഞങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പുറകെ എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങളിൽ തന്നെയുണ്ട് പല വമ്പന്മാരും ഇതിലുണ്ട് എന്നുള്ളത്, അവരെയൊന്നും തൊടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ മറ്റേ ആൾ അവരിപ്പോൾ സ്വമേധ ഇപ്പോൾ ഷൈൻ ചിന്തിച്ചതുപോലെ മറ്റുള്ളവർ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ചൂണ്ടിയിട്ട് കൊടുക്കുക, മറ്റുള്ളവർക്കും പണിയിട്ട് കൊടുക്കുക എന്ന തരത്തിൽ ഇതിൽ ഉള്ളവർ തന്നെ ചിലപ്പോൾ പോലീസിനൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ വിവരങ്ങളൊക്കെ കൈമാറുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ പോലീസിന് കണ്ടെത്താനാവും. അപ്പോൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെ പോലീസിന് ഒരുപക്ഷെ അന്വേഷണം ആ രീതിയിലൊക്കെ പുരോഗമിക്കുകയാണെങ്കിൽ ഇതിനിടയിലുള്ള കൂടുതൽ വ്യക്തികളെ കണ്ടെത്താനും ഇതിൽ വിതരണം ചെയ്യുന്നവരെയൊക്കെ കണ്ടെത്താനൊക്കെ പോലീസിന് സാധിക്കുന്നതാണ്. ഏതായാലും ലഹരി വിരുദ്ധ പ്രകടനങ്ങളും ലഹരിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ സർക്കാർ നടത്തുമ്പോൾ മറു സൈഡിൽ കൂടെ മറ്റു പല കാര്യങ്ങളും നടത്തുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു, IT പാർക്കുകളിലും മദ്യം വിളമ്പുന്നതിൽ ഗവൺമെൻറ് സർക്കാർ അനുമതി നൽകി എന്നുള്ളത്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് തോന്നിയത്. കാരണം ഞാനും ഒരു IT മേഖലയിൽ അതിനടുത്തായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം 2 ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, അത് UST ഗ്ലോബൽ, ഇനി നിരവധി സ്ഥാപനങ്ങളുടെ അടുത്തായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളെ കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം കുറച്ച് നാൾ മുമ്പായിട്ട് എത്ര വാർത്താ മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ ഇത്തരത്തിലുള്ള പ്ലംബിംഗ് തൊഴിലാളികളോട്, ഒരു പക്ഷേ ആ ജോലി ചെയ്ത പ്ലംബിംഗ് തൊഴിലാളികളോട് ചോദിച്ചാൽ മതി, അവിടുത്തെ ഒരു ജോലി ടെക്നോ പാർക്കിലെ ഒരു ഫീസുമായി ബന്ധപ്പെട്ട ഒരു ജോലിക്കിടയിൽ ബ്ലോക്ക് ചെയ്തിരുന്ന പൈപ്പ് ലൈൻ ബ്ലോക്ക് ചെയ്തിരുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയിരുന്നുള്ളത് അവർക്ക് തന്നെ അതിശയം തോന്നിയ ഒരു സംഗതിയാണ് ബ്ലോക്കഡ് ആയിട്ടുള്ള. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. അപ്പോൾ അത്തരത്തിൽ ഒരു നിയന്ത്രണമല്ലാത്ത രീതിയിലാണ് IT പാർക്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പോക്ക്. കാരണം കൂടുതൽ ഇവർ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇനി ഒരു ലഹരിയും കൂടെ അല്ലെങ്കിൽ ഒരു മദ്യവും കൂടെ അവിടെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഈ IT പാർക്കുകളുടെ അവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും കിടപ്പുണ്ട് സെൻട്രൽ ജയിലിലെ 2 വ്യക്തികൾ കുഞ്ഞിനെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്വന്തം അമ്മയും അതുപോലെ അമ്മയുടെ സുഹൃത്തും കൂടെ ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതും അമ്മായിമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൺമുന്നിലൊക്കെ കണ്ടതാണ്. അതും ഇതിൻ്റെ ഈ ഒരു ലഹരി ഉപയോഗത്തിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. കാരണം ഇവരുടെ എന്ന് വെച്ചാൽ വളരെ ഉയർന്ന സ്ഥാനവും അതുപോലെ തന്നെ ഉയർന്ന ശമ്പളവും, അതിനപ്പുറം നല്ല പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗുകൾ യൂസ് ചെയ്യാമോ അതെല്ലാം അവർ ഉപയോഗിക്കും. കാരണം അവർക്ക് സാമ്പത്തികമുണ്ട്, മാത്രമല്ല അതിനുള്ള സോഴ്സസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാം. കൂടുതൽ ഇതിലേക്ക് കൂടുതൽ കമ്പ്യൂട്ടറും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മണിക്കൂറുകളോളം ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഈ ലഹരി ഉപയോഗത്തിൽ ഒരു ഭാഗത്ത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ലഹരി വേട്ടകൾ നടത്തുന്നു. പക്ഷേ അതിലൊരു അപക്വമായിട്ടുള്ള പല കാര്യങ്ങളാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഒന്നും ശരിയായ ഒരു ദിശയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ലഹരിയുടെ ഉപയോഗം സർക്കാർ പോഷിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക ലാഭത്തിന്, ജനങ്ങളെ മാക്സിമം ചൂഴ്ന്നെടുത്ത് ഇനി ഉള്ളതെന്ന് വെച്ചാൽ മദ്യത്തിൽ നിന്നുള്ള മറ്റു വരുമാനങ്ങളാണ്. അത് എത്രമാത്രം എടുക്കുക, അത് മറ്റു ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം, കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം. അപ്പോൾ തീർത്തും കർശനമായിട്ട് എല്ലാ ലഹരി വസ്തുക്കളുടെയും നിയന്ത്രണങ്ങൾ അനിവാര്യമായിട്ടുള്ള സമയം തന്നെയാണ്. അതിനെ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര നല്ല ചേതോവികാരമാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.